പി വി അൻവർ ചെയ്യുന്നത്. പി വി അൻവർ വിക്കറ്റ് നമ്പർ 2 ആയി കണക്കാക്കാവോ മലപ്പുറം എസ് പിക്കുള്ള സ്ഥലം മാറ്റം? അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. ഞാൻ കുറെ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ പിന്നാമ്പറോട്ടത്തിലായിരുന്നു. എന്ത് സംഭവിച്ചത് മലപ്പുറം എസ് പി തെറിക്കുന്നു എന്നുള്ളതാണ് ഈ വൈകുന്നേരത്തെ വാർത്ത. ശ്രീ അൻവർ, താങ്കളുടെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങുന്നു എന്ന് കരുതാവോ? അല്ല, അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. എന്റെ പോരാട്ടം എന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. അതിന് യാതൊരു തർക്കമില്ല. ഒരു ശശീന്ദ്രൻ മാത്രം തെറിച്ചാൽ പോരാ. ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡിവൈഎസ്പി ലെവൽ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം, എസ് പി അടക്കം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ പോലീസിനെ കംപ്ലീറ്റായി അഴിച്ചു പണിയുന്ന സർക്കാർ. നല്ല കാര്യമാണ്, നല്ല കാര്യം. സുജിത് ദാസിന് എതിരെ നടപടി ഉണ്ടായി. പിന്നെ താങ്കൾ ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ച ശശിധരനെ ഇപ്പോഴിതാ മാറ്റി. അതായത് താങ്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്ന ഒരു മാനസികാവസ്ഥയാണോ ഇപ്പോഴുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ കണ്ടില്ല, വാർത്തയാണല്ലോ. ഞാനിപ്പോ ഫോൺ സ്വിച്ച് ഓൺ ആകുമ്പോഴാണ് ആശ്മി വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. നമ്മൾ അത് ഉയർത്തിയ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ആശ്വാസവും സന്തോഷവും തന്നെയല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുന്നോട്ട് വെച്ച 2 പ്രധാന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു, അങ്ങനെ കാണുന്നുണ്ടോ എന്നാണ് ശ്രീ പി വി അൻവർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്. ആത്യന്തികമായി താങ്കൾ പറഞ്ഞത്, താങ്കൾ ദാവൂദ് ഇബ്രാഹിം മോഡൽ എന്ന് പറഞ്ഞത്, അതിനുശേഷം ദാവൂദ് ഇബ്രാഹിം അല്ല ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് ADGP കുറിച്ചാണ്. ADGPയുടെ തൊപ്പിയും ഉടൻ തന്നെ തെറിക്കും എന്ന് പ്രതീക്ഷയുണ്ടോ ശ്രീ അൻവർ? 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ ഈ കാര്യങ്ങൾ എവിടെ എത്തും? നാളെ LDF യോഗമാണ് ശ്രീ പി വി അൻവർ. നാളെ മുഖ്യമന്ത്രി ഇതുവരെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പുറത്തു വേദിയിലോ താങ്കൾ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ ചില പ്രതികരണങ്ങൾ, അതും എന്താണ്, അതിലൊരു വ്യക്തതയുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെ മുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നാളത്തെ മുന്നണി യോഗം താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ LDF കമ്മിറ്റിയിലില്ലല്ലോ. ഇല്ല, എങ്കിലും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ, വിഷയം അവിടെ ചർച്ചയാകാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അതെനിക്കറിയില്ല. നാളെ താങ്കൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറയുന്നു, സ്ഥിരീകരിക്കാമല്ലോ അല്ലാതെ? ഇല്ല, വെറുതെ പോകുന്നില്ല. ഞാൻ കാര്യത്തില ഇല്ലല്ല. ഞാൻ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ശ്രീ പി വി അൻവർ, ഇപ്പോൾ താങ്കൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിൽ താങ്കൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആയത് വീട്ടിൽ നിന്ന് വന്നല്ല, പാർട്ടിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് പാർട്ടിയോടും താങ്കൾക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയോടുമുണ്ട്. ഇങ്ങനെയായിരുന്നല്ലോ അന്ന് പറഞ്ഞത്, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ ഇപ്പൊ നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ ADGPയെ സംരക്ഷിച്ച് നടത്തുന്ന P ശശിക്കെതിരെയും പാർട്ടി നടപടി എടുക്കണം എന്നൊരു ആവശ്യം താങ്കൾക്ക് ഉണ്ടാകുമല്ലോ. കാരണം സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണല്ലോ താങ്കൾ നിർവഹിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് നോക്കാന്ന്. ഞാൻ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നതാ. നിങ്ങൾ പറയുന്ന ഒരു ആംഗിളിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റോൾ എന്താണെന്നും വളരെ വിശദീകരിച്ചാണ്. ഇപ്പൊ ഈ പാർട്ടിയിലുണ്ടായ ഈ പോലീസിംഗുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സഖാക്കൾക്കുണ്ടായ എല്ലാ വിഷമത്തിന്റെയും ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലക്ക് അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ നാക്കുപ്പഴ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ശരി, അല്ല അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ മാത്രം നടപടി ഉണ്ടായാൽ മതിയോ, അതോ P ശശിക്കെതിരെയും നടപടി വേണമോ? കാരണം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയത് നിങ്ങൾ കണ്ട. അൻവർ പരാതി എഴുതി തരട്ടെ, ഏത് പരാതി ആര് തന്നാലും അന്വേഷിക്കും ഈ പാർട്ടി എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ അതില്ല എന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്താണ് കൊടുത്ത പരാതി. അപ്പോ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന്റെ കുറെ വിശദാംശങ്ങളും കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ കിട്ടേണ്ടതുണ്ട്. അതെല്ലാം താങ്കൾ ഇന്നലെ ഈ മാമിയുടെ വീട്ടിൽ പോയി, അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ അനധികൃത നിർമ്മാണം നടന്ന സ്ഥലത്ത് പോയി. ഇന്നും താങ്കൾ അത്തരത്തിൽ ഈ വ്യവഹാരങ്ങളുടെ പിന്നാലെ തന്നെ ആയിരുന്നോ? ഇന്ന് എവിടെ പോയി എന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ ശ്രീ അൻവർ? ഞാൻ വ്യവഹാരം, അതായത് ഞാൻ ഫോണില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. ചോദിക്കുന്നത് സ്ഥലത്തല്ല, ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ടാണ് പോയത്. കാരണം ഇന്നും ഈ പോലീസിന്റെ അട്രോസിറ്റി തേടിയുള്ള യാത്രയിലായിരുന്നു. അത് തന്നെയാണ് പണി, വേറെ ഒരു പണിയില്ല.
ശരി, നാളെ ശ്രീ പി വി അൻവർ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. പരാതിക്കാരനായി നിൽക്കുന്നയാളാണ് താങ്കൾ. രണ്ട് കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി, സുജിത് ദാസിന്റെ കാര്യത്തിൽ, ഇപ്പോഴത്തെ മലപ്പുറം SP ശശിധരന്റെ കാര്യത്തിലും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ താങ്കൾ മുന്നോട്ട് വെച്ച പരാതിയിൽ ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ആരാ അപ്പുറത്തുള്ളത്? ആരാ എങ്ങനെയുള്ളത്? ഗോപികൃഷ്ണൻ. ഗോപി, താങ്ക് യു. കുറെ കാലമായി ശബ്ദം കേട്ടിട്ട്. ആ അപ്പൊ ഗോപി, ഞാൻ പൊതുവിലൊരു പ്രതിഷേധ ആളാണെന്ന് ഗോപിക്ക് അറിയാലോ. ഞാൻ വളരെ വ്യക്തമാക്കി, എന്റെ ലൈഫിൽ നിരാശ എന്ന അക്ഷരം എന്റെ ഡിക്ഷണറിയിൽ ഞാൻ ഏതോ കാലത്ത് വെട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ ഇടതുപക്ഷ യോഗത്തിലും ഞാൻ പ്രതീക്ഷയിലാണ്. അല്ല, ആ പ്രതീക്ഷ ഏത് നിലയ്ക്കുള്ള പ്രതീക്ഷയാണുള്ളത്? അല്ല, നിങ്ങൾ ഇപ്പോ ഞാൻ ഗോപിയെ കുറിച്ചല്ല പറയുന്നത്. ചില ആളുകളൊക്കെ ഒരു നടപടി ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല, PV അൻവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ ആയിരുന്നല്ലോ കണക്ക് കൂട്ടിയിരുന്നതും പറഞ്ഞിരുന്നതൊക്കെ. എല്ലാവരുമല്ല, ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തില്. ഇപ്പൊ എന്താ ഈ സുജിത് ദാസ് തെറിച്ചു, ഇപ്പതാ പറയുന്ന ശശി മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാർക്കും മാറ്റം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ആശ്മി അറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതില് ആക്ഷൻ ഉണ്ട് എന്ന കാര്യത്തില് ഉറപ്പാണല്ലോ. അപ്പൊ ശശിധരന് പൂർണ്ണ പിന്തുണയുമായി കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നത് അജിത് കുമാർ അല്ലേ? ഈ ശശിധരന് പൂർണ്ണ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്തെ കേസുകളുടെ കുത്തനെയുള്ള വർധനവൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ചയാവുന്ന ദിവസം കൂടിയാണ് ശ്രീ അൻവർ. അതിന്റെ വേറെ ഡയമെൻഷനിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ശശിധരന് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയുമായി നിന്ന് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായാൽ മാത്രമേ താങ്കളുടെ ആ പോരാട്ടം ആദ്യഘട്ടം പൂർണ്ണമാവുകയുള്ളൂ. പിന്നീടാണല്ലോ ശശിയിലേക്കൊക്കെ. ആദ്യം അജിത് കുമാറിന്റെ നടപടി ഉണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നോ അൻവർ? എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ഉണ്ടാകും എന്ന ഉറപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സുജിത് ദാസ് കൊണ്ടുവന്ന, അതായത് ഒരു ബൈക്കിൽ ഞാനും ആശ്മിയും പോവുകയാണെങ്കിൽ ഒരു കേസ് എടുത്താൽ ആശ്മിക്ക് ഒരു FIR, എനിക്കൊരു FIR. മനസ്സിലായോ? ഇപ്പോ ശശിധരൻ ചെയ്ത് വന്നത് അവിടെ നോക്കി ആരെയും നിൽക്കുന്നുണ്ടെങ്കിൽ അവനും കൂടി പ്രതിയാക്കും. അപ്പൊ മൂന്നാമത്തെ FIR. അപ്പൊ സുജിത് ദാസ് 40,000 FIR മലപ്പുറം ജില്ലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് 60,000 എത്തിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഈ ചങ്ങാതി ശശിധരൻ. ശനിവാർ 12,000 നിന്നാണ് 40,000 എത്തിച്ച സുജിത് ദാസ്. അതായത് 12,000 FIR ശരാശരിയിൽ നിന്ന് 40,000 എത്തിക്കുന്നു, അതിന്റെ മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേറെ ഡയമെൻഷൻ ആണെന്നേ അൻവർ. അതെ ആശ്മി, നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. ഇപ്പോ ഈ ശശിധരൻ പറഞ്ഞത് എനിക്കറിയില്ല ഇപ്പൊ അതിന്റെ കണക്ക്, ഞാനത് പരിശോധിക്കാൻ നിൽക്കാറില്ല. സ്വാഭാവികമായിട്ട് എന്തായാലും സുജിത് ദാസിന്റെ മേലെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് കാണുന്നത്. കാരണം അങ്ങനെയാണ് ആ മൈൻഡ് സെറ്റ്. അങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം. അല്ല, ശ്രീ പി വി അൻവർ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ എപ്പോഴും പറയാറുള്ളത് പിതൃതുല്യമായ വാത്സല്യമാണ് താങ്കൾക്ക് അദ്ദേഹത്തോടുള്ളതെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് തിരിച്ചും താങ്കളോട് ആ തരത്തിലുള്ള പരിഗണന താങ്കൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ്. എന്നിട്ടും സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉള്ള ചുമതലയുള്ള ADGPക്കെതിരെ താങ്കൾ വളരെ ഗൗരവ സ്വഭാവമുള്ള, അതായത് സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ചിട്ടും ഇപ്പോഴും ADGP സംരക്ഷിക്കപ്പെടുന്നതിന് പിന്നിൽ എന്ത് താല്പര്യം പ്രവർത്തിക്കുന്നുവെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാനതില് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംരക്ഷിക്കപ്പെടുന്നതെന്ന് ഈ നിമിഷവും ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം വിശ്വസിച്ച ഉറപ്പിച്ച് നിർത്തുന്ന ആളുകള് അവരിൽ തെറ്റ് വന്നിട്ടുണ്ട്, അവർ ചതി ചെയ്തിട്ടുണ്ട് എന്ന് ഞാനല്ല എന്നെ പോലത്തെ 10 ആള് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിനൊരു ബോധ്യപ്പെടേണ്ടതുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. ആ ബോധ്യം, ആ അന്വേഷണം നടക്കുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അത് ബോധ്യപ്പെടുന്ന മുറക്ക് ആ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, അത് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ കഴിഞ്ഞില്ല എന്നല്ലേ അപ്പോൾ അതിന്റെ അർത്ഥം? അല്ലാതെ ഞാൻ കൊടുത്ത കാര്യങ്ങൾ വെരിഫൈ ചെയ്യണ്ടേ? ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നത് മുഴുവൻ സൂചനാ തെളിവുകളാണ്. ആ സൂചനയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് പോകേണ്ടതാരാണ്? ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതാണല്ലോ ഈ പ്രൈമ ഫേസിയ 1 മാസത്തെ സമയം കൊടുത്തത്. അല്ല, പക്ഷെ അപ്പോഴും ആ സംഘത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ലല്ലോ. അല്ല, ഞാൻ ആ സംഘത്തിൽ വിശ്വാസക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറയാത്തത് പറയരുത്. അല്ല, ഞാൻ ചോദിക്കാം, അന്വേഷണ സംഘത്തിൽ അപ്പോൾ താങ്കൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? ഞാനിപ്പോ ഇപ്പോ ഈ നിമിഷം ഞാൻ വിശ്വാസമാണ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട DIG എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ആ രീതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തില്. ഇപ്പോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അൻവർ, ഇവിടെ താങ്കൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഭാര്യയുമായി പോലും നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട്, കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് ഇനിയും കുറെ അധികം കാര്യങ്ങൾ താങ്കളുടെ പക്കലുണ്ട്. യെസ്, അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തില് ഞാൻ ഒഫീഷ്യലായിട്ട് ഇന്ന് ഇതാ ഇപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ DGPക്ക് പരാതി കൊടുക്കും. കാരണം തിരുവനന്തപുരത്തുള്ള എന്റെ PA, അവന്റെ അമ്മ ഹോസ്പിറ്റലാണുള്ളത്.
അത് എത്താനുള്ളൊരു താമസം 1.5 മണിക്കൂർ ഞാൻ പുള്ളി MLA ഹോസ്റ്റലിൽ എൻ്റെ ഓഫീസിലെത്താൻ വെയിറ്റ് ചെയ്യാണ്. അത് എത്തി അപ്പം മെയിൽ കൊടുക്കും. അത് മുഖ്യമന്ത്രിക്കും ഉണ്ട്, അതുപോലെ തന്നെ DGPക്കും ഉണ്ട്. ഇന്നലെ അത് ഫോൺ ചോർത്തലിലാണോ കേസ് അട്ടിമറിയിലാണോ അൻവർ? അത് ഫോൺ ചോർത്തലിലാണോ കേസ് അട്ടിമറിയിലാണോ? ഇന്ന് DGPക്ക് കൊടുക്കുന്നത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ലെറ്ററാണ്. ഈ ADGP MR അജിത് കുമാർ ആ പദവിയിൽ തുടരുന്നത് ഒരുപക്ഷെ താങ്കളെ കുരുക്കാനായിരിക്കും എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് അത്തരമൊരു ഭീഷണി താങ്കൾക്ക് മേലുണ്ട് എന്ന് താങ്കൾ അത് ഭംഗേന്ദ്രനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതേ സാഹചര്യം തന്നെയാണല്ലേ ശ്രീ PV അൻവർ ഇപ്പോഴും ഉള്ളത്? അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, ADGP അജിത് കുമാർ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ആ ഫോൺ ഡീറ്റെയിൽസ്, അതായത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞു. അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തി ഇനി അന്വേഷണം നടത്തിയാൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതുവരെ അതിന് സമയം എടുക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ എന്താ പറയാ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത്, ഇനിയും ആ പൊസിഷനിൽ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തുന്നത് ഈ അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ആ നിലപാട് ഒരു കാര്യം കൂടി ശ്രീ PV അൻവർ, ഇപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഇനിയും ഒരുപാട് വിവരങ്ങൾ താങ്കളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ താങ്കളുടെ കൈവശമുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് ഇനിയുള്ള വിവരങ്ങൾ അത് വിട്ടേക്ക്, അത് കഴിഞ്ഞു. ഇത് അങ്ങാടിപ്പാട്ടായി. ആർക്കത് മനസ്സിലാവാത്തത്? ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ ഈ ചങ്ങാതി RSS തന്നെയാണ് എന്ന്. RSSകാരുമായി ബന്ധപ്പെട്ട് എന്നല്ല, ഇനി അദ്ദേഹം RSS ആണ് എന്ന് ഈ നാട്ടിലെ ജനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൃത്യമായി അറിയുന്ന ചില രാഷ്ട്രീയ തെളിവുകളാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നത്. അല്ല ശ്രീ PV അൻവർ, താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി ADGPക്കെതിരെ നടപടി എടുക്കാത്തതിന് താങ്കൾ കാണുന്ന കാരണം ഈ താങ്കൾ കൊടുത്ത വിവരങ്ങളൊക്കെ വെരിഫൈ ചെയ്യണമല്ലോ, അതിനുശേഷമല്ലേ അദ്ദേഹത്തിന് നടപടി എടുക്കാൻ കഴിയൂ എന്നാണ്. പക്ഷേ ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടിയതാണ്. അദ്ദേഹം അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചില്ല എന്ന കുറ്റമാണ് അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ടും ADGP അങ്ങനെയാണെങ്കിൽ സംരക്ഷിക്കപ്പെടുകയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ നാട്ടുകാർ അങ്ങാടിപ്പാട്ടായല്ലോ എന്ന്, എന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, നടപടിയുമില്ല. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറയുന്നില്ല. ഞാൻ പറയാൻ പോയത് പറയട്ടെ. ഞാൻ പറയാൻ പോയ കാര്യം, ഇതുവരെ ഞാൻ അവർക്ക് ADGP ഈ സംഘത്തിനെതിരെ പറഞ്ഞത് ഇവരുടെ സാമ്പത്തിക തട്ടിപ്പും അവരുടെ ക്രിമിനലിസവും അവരുടെ വ്യഭിചാരവും അവരുടെ മറ്റുള്ള കാര്യങ്ങളാണ്. ഇനി കേരളീയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ അട്ടിമറിക്കാൻ ഈ പറയുന്ന ഗ്രൂപ്പ് കളിച്ച കളിയാണ്. അത് കൃത്യമായ തെളിവുകളോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എത്രത്തോളം ഈ സംവിധാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ട്. ഈ സോളാർ കേസിന്റെ ഒക്കെ ആണോ? അല്ല, സോളാർ കേസ് വേറെ, അത് വേറെ ഉണ്ട്. ഇത് സോളാർ മാത്രമല്ല, സോളാറിന്റെ കാര്യമല്ല ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ആൾറെഡി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഞാനിപ്പോ പറയാൻ പോകുന്നത് ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഞെട്ടുന്ന എന്താ പറയാ മാൽ പ്രാക്ടീസ് കേസ് അന്വേഷണത്തിൽ നടത്തിയത് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേസ് അട്ടിമറിച്ചു ഇവർ, അങ്ങനെയാണോ? അതെ, ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ, സർക്കാരിന് മാത്രമല്ല, അതൊക്കെ ചെന്ന് കുത്തുന്നത് എവിടെയാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ. അവരുടെ ഫോൺ ചോർത്തിയത് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തതിന്റെ, പോലീസിന് ഫയർ ചെയ്ത റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. പൂഴ്ത്തിയാള്. അല്ല, ഇതൊന്നും ഈ ആഭ്യന്തരമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണോ? ഇല്ല, പൂഴ്ത്തിയാൽ ആരറിയും? ആർക്കറിയാൻ കഴിയും? ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ADGPക്ക്. അദ്ദേഹമാണ് പൂഴ്ത്തിയത്. ഉന്നത CPM നേതാക്കളുടെ ഫോൺ ചോർത്തിയ കാര്യം വന്ന റിപ്പോർട്ട് പൂഴ്ത്തി, അങ്ങനെയാണ്? ഉന്നത CPM നേതാക്കളുടെ ഫോൺ ചോർത്തി, അത് ADGPക്ക് അറിയാമായിരുന്നു. ADGP അതെടുത്ത് മേശക്കടി വെച്ച് ഉണ്ടാതിരുന്നു അല്ലേ? അതെ, അത് തന്നെ. അല്ല, ആരാണൊക്കെ നമുക്ക് പിന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്തേക്കും അത് എത്തിയിട്ടുണ്ടാകണമല്ലോ. അദ്ദേഹം കൂടി ചേർന്നിട്ടാകണമല്ലോ ആ സംഗതിയൊക്കെ കാർപ്പറ്റിനടിയിലേക്ക് വെച്ചിരിക്കുന്നത്. അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ പാർട്ടിക്ക് വ്യക്തമായ പരാതി കൊടുക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് അറിയുമോ? എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന
കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോണുകൾ ഇക്കൂട്ടർ ചോർത്തുന്നു, അതറിഞ്ഞ് ADGP മിണ്ടാതിരിക്കുന്നു എന്ന താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് ബോധ്യപ്പെട്ട് പറയുന്നതാണോ അത്? ഞാനല്ല പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന ആരാ? ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ് പറയുന്നത്. മനസ്സിലായോ? വായ കൊണ്ട് പറയല്ല. ADGPക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ പരിഗണനയാണ് ഞാൻ ഈ പറയുന്നത്. അതാ കേസോ ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയൊരു കേസാണ്. മനസ്സിലായില്ലേ? അല്ല അൻവർ, ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോൺ ചോർത്താം എന്നുള്ള ആ ലൂപ്പ് ഹോൾ വെച്ച് ഇവരിപ്പോൾ ആരുടെയൊക്കെ ചോർത്തുന്നുണ്ട് ശ്രീ അൻവർ. അല്ല അത് വേറെ. ഇതിപ്പോ ആ ലൂപ്പ് ഹോൾ വെച്ചിട്ടല്ല ഇത് ചോർത്തിരിക്കുന്നത്. ഇത് ലീഗലായിട്ട് ചോർത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് ലീഗലായിട്ടാ ചോർത്തി, മറ്റത് ഇല്ലീഗല്. അതിപ്പോ ആശ്മിയൊക്കെ ആരോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ പുറത്തു വരുള്ളൂ ആശ്മി. അല്ല ശ്രീ PV അൻവർ, ഒരു കാര്യം, അതായത് ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയുകയും അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി മാത്രം നടക്കാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനി വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് നടക്കുന്ന ചില സമാന്തര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാകുമല്ലോ, അല്ലേ? അതല്ല, ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയാനില്ല. ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒറ്റ കേസ് മതി. ഈ സംഘം എത്രത്തോളം ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ സോളാർ കേസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതിലേക്ക് പോകുന്നുണ്ട്. ഞാനത് പാർട്ടി തലത്തിൽ തന്നെ ഈ പറയുന്ന ഞാൻ കൊടുക്കാൻ പോകുന്ന പരാതി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഒരു പോലീസുമില്ലാതെ നേർക്കുനേർ അന്വേഷിച്ചാൽ കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. പാർട്ടിക്ക് നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ പറ്റും പലതും. അത്രയും ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് തെളിവുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് പാർട്ടിക്ക് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ കേസാണോ അതോ നേരത്തെയുള്ള കേസാണോ ശ്രീ അൻവർ? ഈ സർക്കാർ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്തുണ്ടായ കേസാണോ അതിന് മുമ്പുള്ള കേസാണോ അത് താങ്കൾ ഈ പറയുന്നത്? അല്ലല്ല, രണ്ടിലുണ്ടായതാ. ഈ താങ്കൾ ഈ പറയുന്ന സംഘം ആർക്ക് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ശ്രീ PV അൻവർ, താങ്കളുടെ അറിവിൽ? അത് ഈ പാർട്ടിയെ മറികടക്കാൻ ഈ കേസ് പൂർണ്ണമായിട്ടും RSSനെ സഹായിക്കാനായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം. RSSനെ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കൊണ്ടിടാനായിരുന്നു. പണ്ട് AKG സെന്റർ ആക്രമിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു തെളിഞ്ഞത്. കേരളം മുഴുവൻ പറഞ്ഞിരുന്ന ടീച്ചർമാരെ കൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇവരെ തെരഞ്ഞെടുപ്പ് ചാർത്താന്നല്ല പറഞ്ഞിരുന്നത്. എത്ര കാലെടുത്തു പോലീസ് കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ്. 6 മാസം കഴിഞ്ഞ് ഇത് കണ്ടെത്തിയത് നിവൃത്തിയില്ലാത്തതുകൊണ്ട്. AKG സെന്റർ ആക്രമണ കേസാണോ താങ്കൾ നേരത്തെ ഈ ചോർത്തലിന്റെ കാര്യത്തിൽ പറഞ്ഞത് ശ്രീ അൻവർ? സോറി, AKG സെന്റർ ആക്രമണ കേസിലെ കാര്യമാണോ ചോർത്തലിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കേസ്? അതിപ്പോ RSSന് വേണ്ടി ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ അൻവർ, ഇവിടെ ADGP പോയി ദത്താത്രേയ ഹോസാബിലെ കാണുന്നുണ്ട്, റാം മാധവനെ കാണുന്നുണ്ട്. ഈ ADGPക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ ചോർത്തി കിട്ടുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ശ്രീ അൻവർ? ഈ ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തിട്ടില്ലെന്ന് ആർക്കറിയാം ശ്രീ അൻവർ? അതെന്നല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കോട് പറഞ്ഞു ആർക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു ശ്രീ PV അൻവർ, മുഖ്യമന്ത്രി ക്ഷമിക്കണം, ഇപ്പോൾ ADGP MR അജിത് കുമാർ രാംമാധവിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ പേര് കേട്ടാൽ കേരളം നടുങ്ങുമെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ആ പേര് പുറത്തു വന്നിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ ഞെട്ടുന്ന നടുങ്ങുന്ന എന്തെങ്കിലും ഒരു പേരുകാരൻ ആ കൂട്ടത്തിൽ ഉണ്ടായി എന്ന വിവരമുണ്ടോ? ആ പുള്ളി ഒന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാന്ന് പറയട്ടെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ ഈ പറയുന്ന ഞാൻ ആദ്യം പുനർജനി സൂചിപ്പിച്ചപ്പോ ഒരു എന്താ പറയാ, അതിനൊരു തടയിടാൻ ഒരു വെറും വാക്ക് ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ. VD സതീശൻ ഏത് മന്ത്രിയാ പോയതെന്നല്ലേ? വേണ്ട, ഒരു ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും പോയിന്ന് പറയട്ടെ, ഒരു MLA പോയിന്ന് പറയട്ടെ. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? അദ്ദേഹത്തിന് അറിയെങ്കിൽ ആരെയും പറ്റിക്കുന്നത് ഇവരുടെ രീതി. ഈ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്ന് സംസാരിച്ചാൽ, അദ്ദേഹം ഒന്ന് പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളൂ? അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം
എന്തുകൊണ്ടായിരിക്കാം? അല്ല, എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം ഇവരുടെ ക്രിമിനലിസമാണ്. ഞാൻ അതിന്റെ പിന്നാലെയാണ്. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ എന്റെ ഫോക്കസ് ഒന്നും മാറില്ല. ഞാനിപ്പോ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു നോട്ട് കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. ഞാൻ മിനിയാന്ന് തൊട്ടുള്ള എന്റെ നിലപാട്. അല്ല, അത് കറക്റ്റ്, ആ നിലപാട് ഞാൻ കേട്ടു. അല്ല, പക്ഷെ അപ്പോഴും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട്. അല്ല, അത് ഉണ്ടാകാം. അല്ല, അപ്പോൾ നേച്ചുറലി പൊളിറ്റിക്സ് ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ്. അല്ല, ഞാൻ ആ കാര്യത്തെ കുറിച്ച് പരാതി കൊടുക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ പഠനത്തിലാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ടോ? ഈ പാർട്ടിയെ സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ടോ? ഈ പാർട്ടിയെ കുരുക്കിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമം നടത്തിയപ്പോൾ തടയാൻ അദ്ദേഹത്തിന് സാധിക്കും പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? അതെല്ലാം നോക്കേണ്ടതാരാണ്? പാർട്ടിയാണ്. എനിക്കെന്താ കാര്യങ്ങൾ ഇവടക്കം വിശദീകരിച്ചുകൊണ്ട് പരാതി കൊടുക്കാനേ പറ്റുള്ളൂ. അത് പാർട്ടി പരിശോധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്കൾ യാത്രയിലാണ് തോന്നുന്നു. യാത്രയിൽ ഇത്രയധികം സമയം സംസാരിച്ചു. താങ്ക് യു. എന്തായാലും മലപ്പുറം എസ് പിക്ക് സ്ഥലമാറ്റമുണ്ട്. എസ് ശശിധരന് വിജിലൻസ് എസ് പി ആയിട്ടാണ് സ്ഥലമാറ്റം. 3 ജില്ലകളുടെ ചുമതലയിൽ കൊച്ചിയിൽ നിയമനം. മലപ്പുറം എസ് പിയെ മാറ്റിയത് വിജിലൻസിലേക്കാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പിക്ക് മാറ്റമുണ്ട്. ടി വിക്രമന് മാറ്റം എക്സൈസിലേക്കാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഓർഡർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തെ അടിമുടിയുള്ള മാറ്റമാണ്. അത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സുജിത് ദാസിന്റെയും ശശിധരന്റെയും സ്ഥലമാറ്റം എന്നതും ശ്രദ്ധേയമാണ്.